ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പുതിയ വീടിൻ്റെ ലെവലിലേക്ക് ഒരു പഴയ റൂം കാര്യങ്ങളൊക്കെ പൊളിച്ച് ഒരു പുതിയ വീടിൻ്റെ ലെവലിലേക്ക് വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഉള്ള വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമുക്ക് ഇതിൻ്റെ ബെഡ്റൂം ആയതുകൊണ്ട് ബെഡിൻ്റെ ഏരിയ നമ്മൾ ചെയ്തിരിക്കുന്നത് പുതിയ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 6 അടി കട്ടിലിടാവുന്ന രീതിയിലും 2 സൈഡുകളിൽ 2 സൈഡ് ടേബിൾ കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സെൻറ്ററിൽ ഒരു മിറർ ലാമ്പ്, പിന്നെ ഫാനിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു കാര്യം ശ്രദ്ധിക്കുക, റൂമിൻ്റെ സെൻറ്റർ ഫാൻ കൊടുക്കുന്നേക്കാൾ ബെറ്റർ നമ്മൾ കട്ടിലിൻ്റെ സെൻറ്ററിൽ നിന്ന് 180 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വലിച്ചിടുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അപ്പോൾ നമ്മുടെ കാലിൻ്റെ ഏരിയകളിൽ നമുക്ക് കാറ്റ് കിട്ടും, നെഞ്ചിലേക്ക് കാറ്റ് വരാതിരിക്കാനും ഗുണകരമാണ്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോകുന്ന വഴി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ എൻട്രൻസ് സ്വിച്ച്, എക്സോസ്റ്റിൻ്റെ ഫാനിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ലെവലിലുള്ള ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ ക്ലോസറ്റ് വയ്ക്കാവുന്ന രീതിയിലുള്ള ബാത്റൂം, എന്നാൽ നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, പൈപ്പ് പോയിരിക്കുന്ന ലൈനുകളാണ് ഈ കാണുന്നത്. അതായത് 20 mm പൈപ്പും 25 mm പൈപ്പും പോയിരിക്കുന്ന ലെവലുകളാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പ്രത്യേകത ഈ റൂമിൽ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 2 എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 6 ഇഞ്ചിൻ്റെ 2 പൈപ്പ് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും, 2 സൈഡുകളിലായിട്ട്. 2 എക്സോസ്റ്റ് എന്ന് പറയുന്നത് പുതിയ സിസ്റ്റമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. പുതിയ സിസ്റ്റം ഇവിടെയാണ് എക്സോസ്റ്റിൻ്റെ ലീഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. നമ്മുടെ ബെഡ് സ്വിച്ചിലാണെങ്കിൽ ബെഡ് സ്വിച്ചിൽ കൊടുക്കാം, പിന്നെ അതുപോലെ അല്ലെങ്കിൽ എൻട്രൻസ് സ്വിച്ചിലാണെങ്കിൽ എൻട്രൻസ് സ്വിച്ചിൽ കൊടുക്കാം. 2 എക്സോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സോസ്റ്റ് നമ്മൾ പുറത്തുനിന്നുള്ള തണുത്ത കാറ്റ് അകത്തേക്ക് വലിക്കുകയും ചൂട് കാറ്റ് പുറത്തേക്ക് ചെയ്യും. അതേ ഒരെണ്ണം ഓപ്പോസിറ്റ് സൈഡും ഒരെണ്ണം നോർമൽ സൈഡുമായിട്ട് എക്സോസ്റ്റ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു സൈഡിലെ എക്സോസ്റ്റ് വരുന്നത്, ഏതെങ്കിലും ഒരു സൈഡിലെ എക്സോസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് പുറത്തുനിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ള തണുത്ത കാറ്റ് അകത്തേക്ക് കയറ്റി വിട്ടതിന് ശേഷം, തള്ളിയതിന് ശേഷം ഇവിടെയുള്ള ആ ചൂട് കാറ്റ് പുറത്തേക്ക് വേറൊരു എക്സോസ്റ്റ് വഴി പുറത്തേക്ക് വിടുന്നു. അങ്ങനെയുള്ള സിസ്റ്റമാണ്. അതായത് ഒരു പ്യുവർ സർക്കുലേഷൻ, ഒരു റൂമിൻ്റെ അകത്ത് വരുന്ന പ്യുവർ എയറിൻ്റെ സർക്കുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പും കൂളിങ്ങും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 എക്സോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബാത്റൂമിൻ്റെ അകത്തും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ലൈറ്റ് പോയിൻറ്റുകൾ, അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ എക്സോസ്റ്റിൻ്റെ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ അകത്ത് ബാഡ് സ്മെല്ലുകൾ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് എക്സോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന രീതി വെച്ചിട്ടുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 6 ഇഞ്ചിൻ്റെ പൈപ്പ് ടൈപ്പ് എക്സോസ്റ്റ് വാങ്ങിക്കാൻ കിട്ടും. ആ കറക്റ്റ് അതിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. 6 ഇഞ്ചിൻ്റെ ഉണ്ട്, 8 ഇഞ്ചിൻ്റെ ഉണ്ട്, 10 ഇഞ്ചിൻ്റെ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ബാത്റൂമുകളിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു 6 ഇഞ്ച് മതി, റൂമുകളിലാണെങ്കിൽ ഒരു 6 ഇഞ്ച് മതി. കിച്ചൺ ഏരിയയിലൊക്കെ ആകുമ്പോൾ മാത്രമേ നമുക്കൊരു 8 ഇഞ്ചിൻ്റെ ലെവലിൽ ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.